എന്താ നിങ്ങൾക്ക് സംശയം? അദ്ദേഹം പാർട്ടിയുടെ മുമ്പാകെ അവതരിപ്പിച്ചതും അവതരിപ്പിക്കാത്തതുമായിട്ടുള്ള കണക്കാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പാർട്ടി കമ്മിറ്റി ചർച്ചയിൽ അംഗീകരിച്ചുള്ള കണക്കല്ല കുഞ്ഞികൃഷ്ണന്റെ കണക്ക്. കുഞ്ഞികൃഷ്ണന്റെ കണക്ക് അദ്ദേഹത്തിന്റെ ഭാവനാവിലാസമാണ്. വേറൊന്നുമല്ല. പാർട്ടി കൃത്യമായിട്ട് കണക്ക് അംഗീകരിച്ചിട്ടുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ഒരു തോന്നിവാസം ചെയ്തുവെങ്കിൽ അത് മൂടിവെക്കുന്ന പാർട്ടിയൊന്നുമല്ല CPIM. എല്ലാ തലങ്ങളിലും പരിശോധന നടത്തിയല്ലേ. നിങ്ങൾ തന്നെ ഒന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടൊന്ന് ചിന്തിക്കുക. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി മാത്രം ശരി. അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെ പറയുന്നുണ്ട്, ഞാൻ എല്ലാ നേതാക്കളെയും പോയി കണ്ടു. എല്ലാ നേതാക്കളും ചേർന്നിട്ട് ഏതെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എല്ലാ നേതാക്കളും നിൽക്കുന്നത്? ഒരു പ്രശ്നം നിങ്ങൾക്ക് ആരോടെങ്കിലും പകയുണ്ട് എന്ന് കരുതി ആ പകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കുറെ പേപ്പർ കൊടുത്ത് പുറപ്പെട്ടാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിന്ന് കൊടുക്കുന്ന പാർട്ടി എല്ലാ CPIM വസ്തുത പരിശോധിക്കും, കൃത്യമായിട്ടുള്ള പരിശോധന നടത്തും. ആ പരിശോധന അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പാടില്ലാത്തതാണ് ഇതിൽ നിന്ന്. അത് വളരെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. പാർട്ടിക്കകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ എത്രമാത്രം വഞ്ചനാത്മകമായിട്ടുള്ള മനസ്സുമായിട്ടാണ് കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തെളിവ്. എന്താ തെളിവ്? പാർട്ടിയുമായി ബന്ധപ്പെട്ട സകല രേഖകളുടെയും ഫോട്ടോ കോപ്പി എടുത്ത് പുരക്കി വെച്ചിരിക്കുക. വഞ്ചനയാണിത്. പാർട്ടിയോടുള്ള കടുത്ത വഞ്ചനയാണ്. മധുവിനോടുള്ള ശത്രുത വർദ്ധിച്ച് പാർട്ടി വിരുദ്ധനായി ഇപ്പൊ പാർട്ടി ശത്രുക്കളുടെ വെറും ഒരു കോടാലി കൈയായി അധപ്പതിച്ചിരിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള രേഖകൾ, ഉള്ളതും ഇല്ലാത്തതുമായ രേഖകളെടുത്ത് സൂക്ഷിക്കുന്നത്. പാർട്ടി രേഖയാണ് നിങ്ങൾ പറയുന്നല്ലേ? നിങ്ങൾ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ കെട്ടിട നിർമ്മാണത്തിന്റെ വരവ് ചെലവ് കണക്ക്, അതിനകത്ത് ഈ സമ്മാന പദ്ധതി ഞാൻ ലക്ഷങ്ങൾ പറയുന്നില്ല, സമ്മാന പദ്ധതി അതെല്ലാം തെറ്റാണ്. അല്ല തെറ്റാ അദ്ദേഹത്തിന്റെ. ഇത് പാർട്ടിയുടെ പാർട്ടിയുടെ. അപ്പൊ അതിനകത്ത് ഈ ബോംബെ ഹോട്ടൽ, റെയ്ഡ്കോ, പിന്നെ ജവഹർലാൽശാല, നാഷണൽ കോളേജ്, പ്രസംഗന വരവ് പറയണം. വരവ് പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നത് ധനരാജ് ഫണ്ട് വരവ് 35 ലക്ഷം. സെക്രട്ടറി നേരത്തെ പറഞ്ഞത് തൽക്കാലം ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് എന്നുള്ള പണം. അത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. തെറ്റാണ്. അത് തെറ്റാണ്. എനിക്കറിയില്ല. അത് ഞാൻ കണ്ടില്ല. അറിയില്ല. പാർട്ടിക്കകത്തുള്ളതല്ല. അത് നിങ്ങളുടെ കയ്യിലുള്ളതാണ്. പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു രേഖയില്ല. പാർട്ടിയുടെ കണക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് നിങ്ങൾ ബിൽഡിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ള തുക, അത് ഏത് അക്കൗണ്ടിൽ നിന്ന് എടുത്താലും ബിൽഡിങ്ങിന്റെ ആവശ്യത്തിന് ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടിയിട്ടാണ്. ധനരാജ് ഫണ്ടിൽ നിന്ന് എത്ര തുകയാണ് ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടി തൽക്കാലത്തേക്ക് വിനിയോഗിച്ചില്ല, അതും പാർട്ടി ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തുക ഏരിയ കമ്മിറ്റിയുടെ ചെലവിന് വേണ്ടി തൽക്കാലം ഉപയോഗിക്കുന്ന സമയത്ത് ആ തുക എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നത് സംബന്ധിച്ച് പാർട്ടി തീരുമാനം എടുത്തിട്ടാണ് അതിന്റെ മേലെ ഒരു നിലപാട് സ്വീകരിച്ചത്. ആര് പറയും? നിങ്ങളെ ഏരിയ കമ്മിറ്റിയിലുണ്ടോ? അതെ, അതല്ലേ പറയുന്നത്. അയാളിപ്പോഴ് കമ്മ്യൂണിസ്റ്റുകാരനാണ്. അയാള് പകമൂത്തിട്ട് എതിരാളികളുടെ, പാർട്ടി ശത്രുക്കളുടെ കോടാലി കൈയായി മാറുന്ന ഒരു മനുഷ്യൻ എന്ത് വിളിച്ചു പറയും? അതിനൊന്നും മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞല്ലോ. അതായത് റെസീറ്റ് കാണാതായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാണാതായത് ഓഫീസ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്നാണ് കാണാതായത്. അയാളത് പാർട്ടിക്ക് മുമ്പിൽ എഴുതി തന്നു. പാർട്ടി കമ്മീഷന് മുമ്പിൽ അദ്ദേഹം കൊടുത്ത മൊഴിയുണ്ട്. അത് പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. അതിനകത്ത് 17-18 ആ ലീഫ് അദ്ദേഹം കാണുകയും ചെയ്തു. എത്രയോ ലക്ഷം രൂപ പിടിച്ചത്. പ്രശ്നം എന്താ വെച്ചാല്, ഒരു പാർട്ടി ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് 6 ലീഫ് ഇറക്കും, പിന്നെ റസീത് ബുക്ക് ഇറക്കും. ആ 6 റസീത് ബുക്ക് വിനിയോഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അത് പരിശോധിക്കുന്നു. അത് പരിശോധിക്കാൻ പാർട്ടി തന്നെ ഒരാളെ ചുമതലപ്പെടുത്തും. അയാൾ നോക്കുമ്പോൾ 2 ബുക്ക് മാത്രമേ തിരിച്ചു വരുന്നു, 4 ബുക്ക് ഇല്ല. ഈ 2 ബുക്ക് പരിശോധിക്കുമ്പോൾ അതിൽ
രണ്ടും വ്യാജമായി നിർമ്മിച്ചതാണെന്ന് മനസ്സിലാക്കുന്നു. പയ്യന്നൂരിലെ സൊസൈറ്റി പ്രസ്സിൽ അച്ചടിച്ച സാധനത്തിന് പകരം ഈ വ്യാജൻ അച്ചടിക്കുന്നത് അവിടെ മലബാർ മറ്റോ അങ്ങനത്തെ ഒരു പ്രസിന്റെ പേര്, എന്നിട്ട് ഈ പയ്യന്നൂർ സൊസൈറ്റിയുടെ പേര് തന്നെ വെച്ച് അച്ചടിച്ചിരിക്കുന്നു. കാണാതെ പോയി എന്ന് സെക്രട്ടറി പറഞ്ഞല്ലോ, അവിടുത്തെ ഓഫീസ് സെക്രട്ടറിക്ക് അതിന്റെ പേരിൽ കുറ്റം ചുമത്തപ്പെട്ടുള്ളതാണ്. അദ്ദേഹം തന്നെ പിന്നീട് TA മധുസൂദൻ MLA ആണ് ഇത് തന്നത്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല. അല്ല, ഞാൻ പറയട്ടെ. അപ്പം തിരിച്ചു കൊണ്ടുവരുന്നു, കാണാതെ പോയതൊക്കെ തിരിച്ചു വരും. അപ്പൊ ഒരു TA മധുസൂദന് ഓഫീസ് സെക്രട്ടറിക്കൊന്നും റെസീറ്റ് കൊടുത്തിട്ടില്ല. ഓക്കെ, അത് ഞാൻ വിട്ടു, അത് മുനീഷിന്റെ ആരോപണമായിക്കോട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വെട്ടിപ്പ് നടന്നു, അത് കണ്ടുപിടിക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഇതെല്ലാം തിരിച്ചെത്തുന്നത് എങ്ങനെയാണ് മൂടി വെക്കപ്പെടുന്നത്? അതായത് ഈ വെട്ടിപ്പ് എന്ന് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ആ ഒരു നിഗമനത്തിൽ എത്തുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇടത് ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് റെസീറ്റ് പ്രൂഫ് നോക്കുന്നത് മണ്ഡല സെക്രട്ടറിയാണ്. മണ്ഡല സെക്രട്ടറി പ്രൂഫ് നോക്കിയപ്പോൾ ഇടതു എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രൂഫ് നോക്കിയിട്ട് മാറ്റിയടിക്കാൻ വേണ്ടി പറയുന്നു. മാറ്റിയടിക്കാൻ വേണ്ടി ആള് പ്രസ്സിലെത്തുമ്പോഴേക്ക് ഇടത് ജനാധിപത്യ മുന്നണി എന്നുള്ള റെസീറ്റ് അടിച്ചു കഴിഞ്ഞു. അതെടുത്ത് ഓഫീസിൽ വെക്കുന്നു. അതിന്റെ കൂടെ ഇടതു ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന റെസീറ്റ് കൂടി പിന്നീട് അടിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. അതില് ഞാൻ പറയുന്നത് നിങ്ങൾ വല്ലാതെ ബേജാറാവില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ പറയുന്നത് കേൾക്കുക. അതായത് ഈ ഓഫീസിൽ റെസീറ്റ് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച സംഭവിച്ചത് എന്താണെന്ന് പാർട്ടി വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. അതിൽ ഒരു കാര്യം ഞാൻ പറയാം, TA മധുസൂദൻ, അദ്ദേഹത്തെയാണല്ലോ നിങ്ങൾ വളരെ ലക്ഷ്യം വെക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത റെസീറ്റ് കൃത്യമായി അതേ റെസീറ്റ്, അത് വ്യാജ റെസീറ്റ് ആയിരുന്നില്ല, ഒറിജിനൽ റെസീറ്റ് ആയിരുന്നു. ആ റെസീറ്റ് പാർട്ടിയുടെ മുമ്പാകെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ആര് പറഞ്ഞു നിങ്ങളോട്? രണ്ടും തിരിച്ചു വന്നല്ലോ. നിങ്ങള് അതായത് ഈ ഞാൻ പറഞ്ഞു, നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന TA മധുസൂദനാണ്. B കുഞ്ഞികൃഷ്ണനോട് നിങ്ങൾ പോയി ചോദിക്കുക. B കുഞ്ഞികൃഷ്ണന്റെ കയ്യിൽ കൊടുത്ത TA മധുസൂദന്റെ കയ്യിൽ കൊടുത്ത റെസീറ്റ് പാർട്ടിക്ക് തിരിച്ചു വന്നോ ഇല്ലയോ നിങ്ങൾ ചോദിക്കേ. TA മധുസൂദൻ ഒന്നേ കൊടുത്തിട്ടുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.